എല്ലാവർക്കും നമസ്കാരം. ഒരു സ്വപ്നം പോലെ തുടങ്ങിയതാണ് ഈ ചാലക്കുടി മഹോത്സവം. ഈ അഞ്ചാമത് എഡിഷൻ ആണ് ഈ കൊല്ലം. നിങ്ങളുടെ സപ്പോർട്ടും പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ടും ഇല്ലാണ്ട് ഇത് എങ്ങനെ പറ്റില്ല. സോ ഈ കുറിയും നിങ്ങളുടെ സപ്പോർട്ടും നാട്ടുകാരുടെ സപ്പോർട്ടും വേണം തീർച്ചയായിട്ടും. ഒவ்வொரு കൊല്ലവും ഞങ്ങൾ എന്തെങ്കിലും പുതിയതായത് ഒരു ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യണമെന്ന് ആലോചിച്ച് ഈ കൊല്ലം ഇങ്ങനെ തീമാറ്റിക് ആയിട്ടുള്ള മോഹിനിയാട്ടം, പിന്നെ ഓട്ടംതുള്ളൽ, ഇതൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. തെയ്യം, മുടിയേറ്റം, നമ്മുടെ ലോക്കൽ ടാലൻസിൻ്റെ പ്രൊമോഷൻ, ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ചാലക്കുടി മഹോത്സവത്തിൻ്റെ 5ാം പതിപ്പ് 5th എഡിഷനാണ്. 23 ഈ മാസം 23, 24, 25 തീയതികളിലായിട്ട് പടിഞ്ഞാറ് ചാലക്കുടി പിഷാരിക്കൽ ഭൗതി ക്ഷേത്രത്തിൽ അതിൻ്റെ കിഴക്കേ മൈതാനത്ത് കേട്ടോ അവിടെ നടക്കാൻ പോകുന്നത്. സമ ആർട്സ് USA ഒരു ആർട്സ് സംഘടനയാണ്. അതിൻ്റെ CEO ആണ്, മുഖ്യ രക്ഷാധികാരി. ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ തന്നെ മെയിനായിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ VVS ഫൗണ്ടേഷൻ ചെന്നൈ, അത് ആ സംഘടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫാദർ VV സുബ്രഹ്മണ്യം സാറ് എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രശസ്തനായിട്ടുള്ള ഒരു കർണാട്ടിക് മ്യൂസിക്കിലൊരു കുലപതിയാണ്, വയലിൻ വാദകൻ കൂടിയാണ് അദ്ദേഹം. MS സുബ്ബലക്ഷ്മി അമ്മയ്ക്ക് ദീർഘകാലം UN വരെ അതിൽ കോൺസേർട്ടിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് VV സുബ്രഹ്മണ്യം സാറ്. അദ്ദേഹത്തെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ചാലക്കുടിയിൽ. അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ അമ്മയും വന്നിട്ടുണ്ട്. VV സുബ്രഹ്മണ്യം സാറിൻ്റെ പേര് ചേർത്ത് വെച്ചുകൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് VVS ഫൗണ്ടേഷൻ ചെന്നൈ. അതുപോലെ തന്നെ പടിഞ്ഞാറ് ചാലക്കുടി പിഷാരിക്കൽ ഭൗതി ക്ഷേത്രവും സംയുക്തമായിട്ടാണ് ഈ കേരള മഹോത്സവം പറഞ്ഞാൽ കേരള പൈതൃക കലയുടെ പ്രാചീന കലാരൂപങ്ങളുടെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 22-ാം തീയതി ചാലക്കുടിയിലെ എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും വേണ്ടിയിട്ട് മുരാരി ഒരു സരസ്വതി മണ്ഡപം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം 22-ാം തീയതി വൈകുന്നേരം നടക്കുന്നുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷം ചെറിയൊരു കച്ചേരിയുണ്ട്. അപ്പോൾ വളരെ സമ്പന്നമായ കേരളത്തിൽ തന്നെ പ്രഗത്ഭരായ വ്യക്തികളാണ് എല്ലാ പരിപാടികളും അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യണം, വന്ന് കണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് അപ്പോൾ 22-ാം തീയതി തുടങ്ങിയാണ് പരിപാടികൾ തുടങ്ങുന്നത്. 23, 24, 25 ഫുള്ള് പരിപാടികളുണ്ട്. ഭക്ഷണം എല്ലാം ഉണ്ട് അവിടെ. അതുകൊണ്ട് എല്ലാവരും വരണം. അഞ്ചാമത് ചാലക്കുടി മഹോത്സവം പൈതൃക കലാരൂപങ്ങളുടെ ആവിഷ്കാരം ജനുവരി 23, 24, 25 തീയതികളിൽ പടിഞ്ഞാറെ ചാലക്കുടി ശ്രീ പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ അരങ്ങുണരുന്നു. വയലിന്റെ നാദലയത്തിൽ താളമേള പൊലിമയിൽ നൃത്ത ചുവടുകളാൽ ചാലക്കുടി വീണ്ടും ഉണരുകയായി. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം നെഞ്ചേറ്റിയ പടിഞ്ഞാറെ ചാലക്കുടിയിലെ ശ്രീ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രം വയലിന്റെ സംഗീത മാധുരിയിൽ ശാസ്ത്രീയ സംഗീതത്തിന്റെ അമൃതധാര ലോകമാകെ ഒഴുക്കിയ ശ്രീ VV സുബ്രഹ്മണ്യത്തിന്റെ നാമത്തിൽ പിറവികൊണ്ട VVS ഫൗണ്ടേഷൻ, ഇന്ത്യൻ സാംസ്കാരിക ആത്മാവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന സമ ആർട്സ് USA എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ചാലക്കുടി മഹോത്സവം 5ാം പതിപ്പിന് ജനുവരി 23, 24, 25 തീയതികളിലായി ക്ഷേത്രാങ്കണത്തിൽ അരങ്ങുണരുന്നു. ഭക്തിയും സംഗീതവും നൃത്തവും ഒരുമിക്കുന്ന കലയുടെ ഈ മഹാസംഗമം ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ലോകം കാണുന്ന അസുലഭ സുന്ദര ധന്യ നിമിഷം. നമ്മുടെ കലാസാംസ്കാരിക മഹിമ കാലദേശങ്ങൾക്കപ്പുറത്തേക്ക് പടർന്നു പോകുന്ന ധന്യ നിമിഷങ്ങൾ. ചാലക്കുടി മഹോത്സവത്തിന്റെ 1ാം ദിവസമായ ജനുവരി 23 വെള്ളിയാഴ്ച വൈകിട്ട് 5 മുതൽ 6 വരെ തായമ്പക. അവതരണം സംവേദ ചാലക്കുടിയാൻ പാർട്ടി. 6 മണി മുതൽ 7 വരെ സോപാന സംഗീതം. അവതരണം അമ്പലപ്പുഴ വിജയകുമാറാൻ പാർട്ടി. വൈകിട്ട് 7:15 മുതൽ 8 വരെ ഉദ്ഘാടന സമ്മേളനം. ബഹുമാനപ്പെട്ട ചാലക്കുടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ KV പോൾ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ചാലക്കുടി മഹോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കുന്നു. ചടങ്ങിൽ കഥകളി സ്ക്രിപ്റ്റ് റൈറ്റർ, കവയത്രി, പരിഭാഷക ശ്രീമതി രാധാമാധവനെ ആദരിക്കുന്നു. ചടങ്ങിലെ വിശിഷ്ട സാന്നിധ്യം ശ്രീമതി രേവതി സുബ്രഹ്മണ്യൻ സേവാരത്ന. പ്രസ്തുത പരിപാടിയിൽ കേരള തന്ത്രി സമാജം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഈശാനൻ നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു. പരിപാടിയിൽ ക്ഷേത്രം ട്രസ്റ്റി NS നാരായണൻ നമ്പൂതിരി, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് നാരായണൻകുട്ടി, ചീഫ് ഓർഗനൈസർ VVS ഫൗണ്ടേഷൻ USA ശ്രീ VVS മുരാരി എന്നിവർ സംസാരിക്കുന്നു. തുടർന്ന് വീരരാഘവ ഭാഗവതർ പുരസ്കാര സമർപ്പണം. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് വയലിൻ വിദ്വാൻ ശ്രീ നെടുമങ്ങാട് ശിവാനന്ദന് പുരസ്കാരം സമർപ്പിക്കുന്നു. അതിനുശേഷമാണ് മോഹിനിയാട്ടം. നമ്മുടെ ചാലക്കുടിയിലെ തന്നെ
മോഹിനിയാട്ട ദമ്പതികളായിട്ടുള്ള RLB ആനന്ദും ജയ ആനന്ദുമാണ്. അത് ഇത്തവണത്തെ മോഹിനിയാട്ടത്തിന് ഒരു ഡ്രാമയുടെ സ്പെക്ട്രം കൂടിയും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പറയപ്പെട്ട പന്തിരികുലം വരരുചിയുടെയും പഞ്ചമിയുടെയും ഒരു കഥാരൂപമാണ് ഇത്തവണ അവരതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഇത്തവണത്തെ ഒരു വിഷയം. അതിനുശേഷം 24-ാം തീയതി, അതായത് പിറ്റേ ദിവസം ശനിയാഴ്ച, തുള്ളൽ ത്രയം, അതായത് ഓട്ടംതുള്ളൽ, പറയംതുള്ളൽ, ശീതങ്കം തുള്ളൽ, കലാമണ്ഡലം നന്ദകുമാർ സംഘവുമാണ് അത് അവതരിപ്പിക്കുന്നത്. ശേഷം പ്രശസ്ത കർണാട്ടിക് വോക്കലിസ്റ്റായിട്ടുള്ള NJ നന്ദിനി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയുണ്ട്. പിന്നെ അന്ന് വൈകിട്ട് നങ്ങിയാർകൂത്ത്, ഉഷാ നങ്ങിയാർ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അക്രൂരഗമനം എന്ന കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ നങ്ങിയാർകൂത്ത് നടക്കുന്നത്. അതിനുശേഷം മുടിയേറ്റ് തവണ ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മുടിയേറ്റ് കിഴക്കേ വാരനാട്ട് നാരായണക്കുറുപ്പ് അവതരിപ്പിക്കുന്ന മുടിയേറ്റും കളമെഴുത്തും രണ്ടുമുണ്ട്. അതിനുശേഷമാണ് കഥകളി, സുഭദ്രാ ദ്രൗപദിയും. അതിൽ ദ്രൗപദിയായിട്ടുള്ള പ്രശസ്ത കഥകളി നടൻ പീശപ്പള്ളി രാജീവും, അതുപോലെ തന്നെ സുഭദ്രയായിട്ട് ഇന്ദുജ ചെറുളിയിലും, പിന്നെ അർജുനായിട്ട് കലാമണ്ഡലം സാജനുമാണ് അരങ്ങത്ത് വരുന്നത്. വോക്കൽ മ്യൂസിക് നെടുമ്പള്ളി റാമോഹൻ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ 25-ാം തീയതി ഞായറാഴ്ച കാലത്ത് തന്നെ ആരംഭിക്കും, വീണ്ടും 9 മണിക്ക് ആരംഭിക്കും. അത് കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്, വളർന്നു വരുന്ന കലാകാരന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു സ്പേസാണ്. അത് എറണാകുളം മഹാരാജ് കോളേജിലെയും അതുപോലെ ശ്രീശങ്കര സംസ്കൃത സർവകലാശാല കാലടിയിലെയും വിദ്യാർത്ഥികൾ അവിടെ വന്നിട്ട് കേരള കലാരൂപങ്ങൾ മുദ്രയാക്കിയിട്ടുള്ള കലാവിഷ്കാരങ്ങൾ അവർ നടത്തും. പിന്നെ 12 മണിക്ക് കേരള നടനം അവാർഡ് ഒരുപാട് നേടിയിട്ടുള്ള വൈഷ്ണവി സൂരജ് കൊരട്ടി സ്വദേശിയാണ്. പിന്നെ മോഹിനിയാട്ടം പടിഞ്ഞാറ് ചാലക്കുടിയിൽ തന്നെ നിഹാരിക വി മേനോൻ കഥകളി ആർട്ടിസ്റ്റ് കൂടിയാണ്. അവർ ഒരുപാട് പുരസ്കാര ജേതാവ് കൂടിയാണ് സ്കൂൾ യുവനോത്സവത്തിലൊക്കെ. വൈകിട്ട് 5 തൊട്ട് 6 വരെ തിരുവാതിരക്കളി, പ്രശസ്തരായിട്ടുള്ള 4 ദേശം കൈകൊട്ടി കളി സംഘം ചെമ്മാണിയോട് മലപ്പുറം ജില്ലയിലുള്ള അവരാണ് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ചാക്യാർകൂത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ കലാമണ്ഡലം അനൂപാണ് അത് അവതരിപ്പിക്കുന്നത്. അതിനുശേഷമാണ് ഒരുപാട് മനോഹാരിത ഏറ്റവും കൂടുതൽ നിറഞ്ഞിട്ടുള്ള തെയ്യം. കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയിലെ ഹരിദാസ് പണിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അഗ്നികണ്ഠകർണൻ, മൂവാളംകുഴി ചാമുണ്ടി എന്നീ 2 വേഷങ്ങളുടെ ഒരു വലിയൊരു ദൃശ്യാവിഷ്കാരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അഗ്നിയുടെ ഒരു വിശാലമായിട്ടുള്ള ക്യാൻവാസാണ് അതിൽ. പിന്നെ ഛായങ്ങളുടെയും അതുപോലെ നിറഭേദങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഒരു മനോഹാരിത ഏറ്റവും കൂടുതൽ വിടർന്നു നിൽക്കുന്ന തെയ്യം, അതിൻ്റെ ഒരു മനോഹാരിത അന്നുണ്ടാവും തീർച്ചയായിട്ടും.